2006 മുതൽ സുപ്രീം കോടതിയിൽ നടന്ന അതീവ ഗുരുതരമായ വാദപ്രതിവാദങ്ങളായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. ഇന്ത്യൻ യങ് ലായേഴ്സ് അസോസിയേഷൻ എന്ന അവിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാത്തവരുടെ ഒരു കൂട്ടായ്മയാണ് കേസ് കൊടുത്തത്. ആ കേസ് 5 അംഗ ബെഞ്ച് വിലയിരുത്തി. ഒരു വനിതാ അംഗത്തിൻ്റെ എതിർപ്പോടുകൂടി 4 അംഗങ്ങളും കൂടി ചേർന്ന്, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള 4 അംഗങ്ങളും ചേർന്നുകൊണ്ട് വനിതാ പ്രവേശം ഏത് പ്രായത്തിലുള്ളവർക്കും ശബരിമലയിൽ പ്രവേശിക്കാമെന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെതിരെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമുണ്ടായി, പ്രതിഷേധമുണ്ടായി. അമ്മമാർ റോഡിലിറങ്ങി. അഗ്രഹാരങ്ങളിലും അതുപോലെ തന്നെ വീടുകൾക്കുള്ളിൽ മാത്രമിരുന്ന അന്തർജനങ്ങളും ബ്രാഹ്മണ സ്ത്രീകളും നമ്പൂതിരി സ്ത്രീകളും നായർ സ്ത്രീകളും ഈഴവ സ്ത്രീകളും തുടങ്ങി പട്ടികജാതി പട്ടികവർഗക്കാരും തുടങ്ങി സകലമാന സ്ത്രീകളും തെരുവിലിറങ്ങി വിശ്വാസ സംരക്ഷണ, ആചാര സംരക്ഷണ, നാമജപ ഘോഷയാത്രകൾ നടത്തി. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസ സംരക്ഷണ സമരം കേരളത്തിൽ നടന്നു. ആയിരക്കണക്കിന് പേർ ജയിലിലായി, ചെറുപ്പക്കാർ തല്ലുവാങ്ങി, നേതാക്കൾക്ക് അടികിട്ടി. BJPയുടെയും കോൺഗ്രസിൻ്റെയും RS സംഘപരിവാറിൻ്റെയും ഒക്കെ ഒരുപാട് ആളുകൾ കേസ് പറയേണ്ടി വന്നു. അപ്പോഴും അർദ്ധരാത്രിയിൽ ബിന്ദു അമ്മിണിയെയും കനകദുർഗ എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ മിന്നായം പോലെ അയ്യപ്പൻ്റെ നടയിലെ കൂടി ഒന്ന് ഓടിച്ചു. 18-ാം പടി വഴിയല്ല, മറ്റൊരു പടി വഴി. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് റിവിഷൻ പെറ്റീഷനിലേക്ക് പോയി. ആ പെറ്റീഷനിലേക്ക് പോയ കേസ് ഇന്നലെ മുതൽ ആ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് എടുത്തപ്പോൾ അതിൽ 8-10 ചോദ്യം സുപ്രീം കോടതി ഈ 67ഓളം പേരാണ് കേസിൻ്റെ കക്ഷികളായി കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ യങ് ലായേഴ്സ് അസോസിയേഷനിൽ തുടങ്ങി വ്യക്തികളടക്കമുള്ള, അതുപോലെ കണ്ഠരര് രാജീവ്, പിന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പിന്നെ നായർ സർവീസ് സൊസൈറ്റി, NSS, ഹിന്ദു ഐക്യവേദി, വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഒരു 10 പിന്നെ വ്യക്തികൾ 67ഓളം കേസുകളുണ്ട്, ഇതിനനുകൂലമായും പ്രതികൂലമായും. ഈ കേസുകളെ ഇന്നലെയാണ് തുടങ്ങിയത്. അതിൽ 1-ാമത്തെ ചോദ്യം, ഈ കേസ് കൊടുക്കാൻ ഇന്ത്യൻ യങ് ലായേഴ്സ് അസോസിയേഷന് അവകാശമുണ്ടോ? അതീവ ഗൗരവതലമുള്ള ഒരു നിരീക്ഷണം ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും വനിതയായ ജസ്റ്റിസ് നാഗരത്നയും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2 പേരും ചോദിച്ചു, എന്തിന് 2006 ഈ കേസ് എടുത്തു? കാരണം ഇത് അവിശ്വാസികൾ കൊണ്ടുവന്ന കേസാണ്. വിശ്വാസികൾക്കാണല്ലോ അവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അപ്പോഴാണല്ലോ അവസര നിഷേധം വരുന്നത്. അവിടെ പോകേ വേണ്ട എന്നുള്ളവർക്ക്, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവിടെ പോകില്ല, ഞങ്ങൾ വിശ്വാസികളല്ലാത്തവർക്ക് എന്ത് അവസര നിഷേധം? അവർക്കുള്ളതല്ലല്ലോ. വിശ്വാസികൾക്കുള്ള പ്രദേശത്ത്, വിശ്വാസികൾക്കുള്ള ക്ഷേത്രത്തിൽ കുറച്ച് വിശ്വാസികളെ കയറാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസികൾക്ക് ചോദ്യം ചെയ്യാം. ഇതാണ് കോടതി കണ്ടെത്തിയത്. വളരെ കാർഡിനലായിട്ടുള്ള, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വിശ്വാസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു മതം പോലെ തന്നെ എടുക്കാം നമുക്ക്. വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ കുറച്ച് പേരെ കയറാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ, അമ്പലത്തിൽ ശബരിമല പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ട് കേസ് കൊടുക്കാം. പക്ഷേ വിശ്വാസികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവിശ്വാസികളോട്ട് കേസ് കൊടുക്കുമ്പോൾ ആ കേസിന് പിന്നിൽ മറ്റ് സ്ഥാപിത താല്പര്യങ്ങളില്ലേ എന്നൊരു ചോദ്യം ജസ്റ്റിസ് നാഗരത്നയും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ചോദിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പിന്നെ സോളിസിറ്റർ ജനറൽ മേത്ത ഇന്നലെ പങ്കെടുത്തിരുന്നു, അഭിഷേക് മേത്ത പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ഇതേ വാദമാണ് പറഞ്ഞത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ക്ഷേത്രത്തിൽ വിശ്വാസികൾ കയറണോ വേണ്ടേ, അവർക്ക് വിവേചനമുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഇതിൽ ഇടപെടുന്നത് ശരിയല്ല. അന്ധവിശ്വാസമാണെങ്കിൽ നമുക്ക് ഇടപെടാം, പക്ഷേ ഇത് അന്ധവിശ്വാസമാണെന്നും പറയാൻ കഴിയത്തില്ല. മതപരമായ ആചാരങ്ങൾ അന്ധവിശ്വാസമാണോ എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് കഴിയില്ല. കഴിയില്ല. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്തയാണ്, അഭിഷേക് മേത്തയല്ല, തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ വാദിച്ചു. അപ്പോൾ ചില ആചാരങ്ങൾ അന്ധവിശ്വാസമാണോ എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതികരിച്ചു. കോടതിയുടെ മനസാക്ഷി
ഞെട്ടിക്കുന്ന തരത്തിലുള്ള നരബലി, ദുർമന്ത്രവാദം തുടങ്ങിയവ നടന്നാൽ കോടതിക്ക് ഇടപെടാനാകും. അപ്പോൾ കൃത്യമായ നരബലി നടക്കുന്നു, അല്ലെങ്കിൽ ദുർമന്ത്രവാദം നടക്കുന്നു, അവിടെയും ദുർമന്ത്രവാദമാണ് കേട്ടോ, നല്ല മന്ത്രവാദമാണെങ്കിൽ അവിടെ പറയുന്നില്ല, അത് പിന്നെ വേറെ വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയൊക്കെ വന്നാൽ കോടതിക്ക് കൃത്യമായി ഇടപെടാം എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. അപ്പോൾ ഇത് അന്ധവിശ്വാസത്തിൽ വരുമോ ശബരിമല, അത് പിന്നെ എസൻഷ്യൽ പ്രാക്ടീസിൽ വരുമോ? വളരെ കൃത്യമായ കൂലങ്കക്ഷമായ ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള വിശകലനവും വിലയിരുത്തലുമാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. നിയമനിർമ്മാണ സഭയ്ക്കാണ് ഇടപെടാൻ അധികാരമുള്ളതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അവിടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വാദം അവതരിപ്പിച്ചു. പല അനാചാരങ്ങളും നിയമം വഴി നിരോധിച്ചിട്ടുണ്ട് രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് നരബലി അടക്കമുള്ള പലതും നിരോധിച്ചിട്ടുണ്ട്. മതപണ്ഡിതന്മാരും ജ്ഞാനം നേടിയവരും കോടതികൾക്കില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ച അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ദേവന്റെ ഗുണവിശേഷങ്ങൾ പരിശോധിക്കുന്നത് അനുവദനീയമല്ലെന്നും അദ്ദേഹം തുഷാർ മേത്ത പറഞ്ഞു. ഇത് പറയുമ്പോൾ വളരെ കൃത്യമായി ജസ്റ്റിസുമാരായ 9 ജസ്റ്റിസുമാർ, അവരുടെ പേര് കൂടി അറിഞ്ഞിരിക്കുക. ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ BV നാഗരത്ന, അവർ വനിതയാണ്, MM സുന്ദരേഷ്, അഹ്സാനുദ്ദീൻ അമാനുള്ള, അരവിന്ദ് കുമാർ, അഗസ്റ്റിൻ ജോർജ് മസിഹ്, പ്രസന്ന B ബരാലെ, R മഹാദേവൻ, ജോയ് മല്യ ബാഗ്ചി എന്നിവരുൾപ്പെട്ട വിശാല ബെഞ്ചാണ് ഈ കേസ് കേൾക്കുന്നത്. എന്തായാലും ആദ്യത്തെ വാദം, ഒന്നാമത്തെ വിഷയത്തിലുള്ള വാദം കേസ് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ യങ് ലായേഴ്സ് അസോസിയേഷന് തിരിച്ചടിയാണ്. എന്തിന് ഈ കേസ് 2006 സുപ്രീം കോടതി എടുത്തു? അന്നേ വിശ്വാസികളുടെ കാര്യത്തിൽ വിശ്വാസികളല്ലാത്തവർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് കേസ് തള്ളിക്കളയാത്തത് എന്തേ എന്നൊരു ചോദ്യം അത് അതീവ ഗുരുതരമായൊരു ചോദ്യമാണ്. ഒരു പക്ഷേ നാളെ ദേവസ്വം ബോർഡിൻ്റെ വാദം വരുന്നു, കണ്ഠരര് രാജീവരൻ്റെ വാദം വരുന്നു, ഇനി ഒരുപാട് വാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ അതിനെയെല്ലാം സ്വാധീനിക്കുന്ന അതിനിർണായകമായ ഈ കേസിനെ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വാദമാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല യുവതി പ്രവേശം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്.